എല്ലാവരും റിസപ്ഷനിൽ പോകാൻ ഇറങ്ങി. ചെക്കൻ്റെ വീട്ടിലേക്ക് അധിക ദൂരമില്ല. ടൗണിലുള്ള ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷൻ. 5 മണിക്കു തന്നെ എല്ലാവരും ഇറങ്ങിയിരുന്നു. കണ്ണൻ ക്ഷീണമുണ്ടെന്നും പറഞ്ഞ് മച്ചലോടത്തേക്ക് തന്നെ പോയിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 9 കഴിഞ്ഞു. വന്നവരെല്ലാവരും ഹാളിലും മറ്റുമായി 4-കുന്നത്ത് ഇരിക്കുന്നുണ്ട്. അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധത്തിലുള്ളവരും എല്ലാം പോയിരുന്നു. എല്ലാവരെയും ഒന്നിച്ച് കിട്ടിയതും മാളു ഹോസ്പിറ്റലിൽ അച്ഛമ്മ പറഞ്ഞതെല്ലാം സാരുവർമ്മയോടായി പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് ആദിയും കയറി വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അവൻ 3-4 കിലോ കുറഞ്ഞു പോലെ. താടിയും മുടിയും ആകെ അലങ്കോലമായ രൂപം. എന്നും ഡ്രസ്സിങ്ങിന് പ്രത്യേക ശ്രദ്ധയാണ് ആദിക്ക്. അവനെ ഈ അവസ്ഥയിൽ കണ്ടതും മുത്തശ്ശന്മാരുടെയും അമ്മമാരുടെയുമെല്ലാം മനസ്സ് വിങ്ങി. സൂര്യവർമ്മ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, വേണ്ട മുത്തശ്ശ, ഒന്നും വേണ്ട. അതിൻ്റെ ബാക്കി വെച്ചല്ലോ അവൾ. അത് തന്നെ ധാരാളം. അച്ഛമ്മ പറഞ്ഞതാണ് ശരി. ഇനി ഒരു പരീക്ഷണത്തിന് വേണ്ടി എൻ്റെ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവരണ്ട. അന്ന് അമ്പലത്തിൽ ഗായത്രി ചെയ്തതിന് ഞാൻ അവൾക്ക് ശിക്ഷ നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഇതിൻ്റെ പ്രാണൻ വേദന സഹിച്ച് കിടക്കേണ്ടി വരില്ലായിരുന്നു. മുത്തശ്ശൻ അറിയോ, ദീപാരാധന ദിവസം അമ്പലത്തിൽ വെച്ച് ഗായത്രി അറിഞ്ഞുകൊണ്ട് നന്ദുട്ടിയുടെ കയ്യിലെ വിളക്ക് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ടോ യാതൊരു ഭാവഭേദവുമില്ലാതെ കടന്നുപോയി അവൾ. നമുക്കവൾ എന്നും കുട്ടിയാണ്. പക്ഷേ അവൾ ചെയ്യുന്നതിൽ കുട്ടികളിയാണോ മുത്തശ്ശ? ആ വീഴ്ചയിൽ എൻ്റെ പെണ്ണിൻ്റെ പ്രാണം പോയിരുന്നെങ്കിൽ നിധി പോലെ കൊണ്ടു നടന്ന ആ പ്രായമായ അമ്മയോട്, ആ കുടുംബത്തോട് എന്ത് സമാധാനം പറയും? അവർ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ മുത്തശ്ശ. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അവളെ, ആ ഗായത്രിയെ കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് ജയിലിലടച്ചേനെ. അച്ഛമ്മ പറഞ്ഞതാ ശരി. അവളെ എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് സമാധാനിച്ച് ഞാൻ ജീവിച്ചുകൊണ്ട് എന്നോ ഞാൻ എൻ്റെ പാതിയായി മനസ്സിലുറപ്പിച്ചതാണ്. എനിക്കതു മതി മുന്നോട്ട് ജീവിക്കാൻ. ആദ്യാത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. കേട്ടുനിന്നവരുടെയെല്ലാം ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദനയായിരുന്നു അവൻ്റെ ഓരോ വാക്കിലും. ലക്ഷ്മണ, എന്താ നമ്മൾ ചെയ്യുക ഈ നശൂലത്തെ? ഇങ്ങനെ എത്ര പേരെയാണ് ഇവൾ കാരണം വേദന സഹിച്ചത്? അച്ഛാ, ഞാൻ ലക്ഷ്മണൻ എന്ത് പറയണമെന്നറിയുന്നില്ല. കൊണ്ടുപോയി ഇട് വല്ല ഭ്രാന്താശുപത്രിയിൽ. സൂര്യവർമ്മ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ലക്ഷ്മണൻ തൻ്റെ ഭാര്യയെ ഒന്ന് നോക്കി. രാധിക എല്ലാം കേട്ട് തലയും താഴ്ത്തി ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ഗൗരിയുമായി അനന്തൻ്റെ കാർ ഇത്തിക്കൽ തറവാട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞിരുന്നു. ശാരദയും കാര്യസ്ഥൻ ഡ്രൈവറുമായ രാഘവനും അവരെ കാത്ത് സിറ്റ് ഔട്ടിൽ തന്നെയുണ്ട്. അനന്തു കാർ സിറ്റ് ഔട്ടിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അനിത കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. അച്ഛമ്മയുടെ തോളിൽ ചാരി ഉറങ്ങുന്ന ഗൗരിയെ മെല്ലെ തട്ടി വിളിച്ചു. അവളെ കൈപിടിച്ച് കാറിൽ നിന്നും ഇറക്കി. അനന്ത അവളെയും ചേർത്ത് പിടിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി. കൂടെ അച്ഛമ്മയും അനിതയും. ഗൗരിയുടെ അവസ്ഥ കണ്ടതും ശാരദയും രാഘവനും പരസ്പരം നോക്കിപ്പോയി. എന്താ അനന്തു കുഞ്ഞിന് പറ്റിയത്? രാഘവനാണ്. അത് കുഞ്ഞ് അവിടുത്തെ സ്റ്റെപ്പിൽ നിന്നും വീണു. അനന്തൻ മറുപടിയും കൊടുത്ത് ഗൗരിക്ക് വേണ്ടി ഒരുക്കിയ താഴത്തെ റൂമിലേക്ക് കയറി. അവളെ മെല്ലെ ബെഡിലേക്ക് ഇരുത്തി. ശാരദ അപ്പോഴേക്കും അവർക്കെല്ലാം കുടിക്കാൻ വെള്ളവുമായി വന്നിരുന്നു. അനി, മോളെ ഒന്ന് നനച്ച് തുടച്ച് ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അച്ഛമ്മ യാത്രാക്ഷീണം ഒന്നും വകവെക്കാതെ ഉടുത്ത നേരിയതിൻ്റെ അറ്റം അരയിലേക്ക് കുത്തി. അനന്ത, മോളെ മെല്ലെ കുളിമുറിയിലേക്ക് കയറ്റിത്ത. ആ സ്റ്റൂൾ എടുത്തു വെക്കോ. ചൂടുവെള്ളത്തിന് ഹീറ്റർ ഓൺ ചെയ്തു വെച്ചു. അനിതയും അച്ഛമ്മയും കൂടെ അവളെ ചെറു ചൂടുവെള്ളത്തിൽ കൈയും തലയും നനക്കാതെ കുളിപ്പിച്ച് അവളുടെ രാത്രിയിലെ യൂണിഫോം തന്നെ ധരിപ്പിച്ചു ബെഡിലേക്ക് പിടിച്ചിരുത്തി. ഗൗരി ഒന്നും മിണ്ടുന്നില്ല. ആദ്യ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ശേഷം ഗൗരി അധികം സംസാരിച്ചിട്ടില്ല. ഒരു തരം മരവിച്ച മനസ്സുപോലെ ആയിട്ടുണ്ട് അവൾക്ക്. തങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം മാറുന്നത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ആ 3 പേർക്കും ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ല. അനിതയും അനന്തനും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് ശാന്തമായാൽ എല്ലാം ശരിയാകും എന്ന ഒരു വിശ്വാസത്തിലാണെങ്കിൽ, അച്ഛമ്മയുടെ മനസ്സിൽ തൻ്റെ കുഞ്ഞിൻ്റെ പ്രാണന് ഇനിയൊരാപത്തും വരുത്തരുത് എന്ന ചിന്ത മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരിയുടെ ഈ മാറ്റം കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന ഒരു തോന്നലാണ് അവർക്കും.
അനിത വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവർക്ക് രാത്രിയിലേക്ക് കഞ്ഞിയും ചമ്മന്തിയുമാണ് ശാരദ ഉണ്ടാക്കിയിരുന്നത്. കൂടെ കടുമാങ്ങ അച്ചാറും. അച്ചമ്മ തന്നെ ഗൗരിക്ക് കഞ്ഞി കോരി കൊടുത്തു. അനിത മരുന്ന് നൽകി അവളെ കിടത്തിയ ശേഷമാണ് അവർ ഒന്ന് ഫ്രഷ് ആവാൻ പോയത് തന്നെ. അച്ചമ്മ മാളുവിനെ ഏൽപ്പിച്ച പോലെ തന്നെ അവൾ അവരുടെ സാധനങ്ങളെല്ലാം ഡ്രൈവർ മുഖേന ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ഗൗരിയുടെ ഫോണിൽ നിന്നും മെസ്സേജ് സൗണ്ട് വരുന്നുണ്ട്. അവൾ മരുന്നിൻ്റെ മയക്കത്തിൽ ഉറക്കത്തിലാണ്. ആദിക്ക് തൻ്റെ പെണ്ണിൻ്റെ വിവരം അറിയാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. അവസാനം അവൻ അനന്തൻ്റെ നമ്പറിലേക്ക് വിളിക്കുക തന്നെ ചെയ്തു. അനന്തും ആ ഫോൺ പ്രതീക്ഷിച്ചിരുന്നു. ആദിയുടെ ഫോൺ ആണെന്ന് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നുപോയി. അയാൾക്ക് അറിയാം ഇവനിലും നല്ലതിനെ തൻ്റെ മകൾക്ക് കിട്ടാനില്ല എന്ന്. ഹലോ കണ്ണ, ഞാൻ എത്തിയ ഉടനെ വിളിക്കണമെന്ന് കരുതിയതാണ്. പിന്നെ ഓരോ തിരക്കിലും പെട്ടു. അനന്ത് ഫോൺ എടുത്തതും പറഞ്ഞു, അത് കുഴപ്പമില്ല മാമ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നന്ദുട്ടി അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല കണ്ണ. ഇവിടെ എത്തുവോളം ഉറക്കത്തിലായിരുന്നു. വന്നിട്ട് അമ്മയും അനിയും കൂടി ഒന്ന് കുളിപ്പിച്ചു. മരുന്നിൻ്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു. മോള് മയക്കത്തിൽ തന്നെയാ. പിന്നെ കണ്ണ, അവിടെ നിന്നും 3-4 ദിവസത്തേക്ക് ഇങ്ങോട്ട് ആരെയും വിടണ്ട കേട്ടോ. അമ്മ സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് മാമന്മാർക്കും അപ്പച്ചിമാർക്കുമെല്ലാം വിഷമമാകും. നീ സങ്കടപ്പെടാതെ കിടന്നുറങ്ങട്ടോ. ഇന്നലെ പകൽ അന്തിയോളം കല്യാണത്തിൻ്റെ ഓട്ടപ്പാച്ചിലും രാത്രി ഹോസ്പിറ്റലിലും അല്ലായിരുന്നോ നീ? നന്നായി ഒന്ന് ഉറങ്ങുക. നിന്നെ നന്ദുട്ടിയെ നിനക്ക് തന്നെ തരൂ. അമ്മയ്ക്ക് അവളുടെ സങ്കടം കാണാതിരിക്കാനാവില്ല. ഇപ്പോഴത്തെ ആ ഞെട്ടലൊന്ന് മാറിയാൽ സാവകാശം ഞാൻ തന്നെ അമ്മയോട് സംസാരിച്ച് എൻ്റെ മോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് നിൻ്റെ കയ്യിലേക്ക് തരണ്ട്. അനന്തുവിൻ്റെ വാക്കുകൾ കേട്ടതും ആദിയുടെ ഉള്ളിലെ വിങ്ങലിന് ആശ്വാസം തോന്നി. എങ്കിൽ അനന്തുവിന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് താൻ ഈ പറയുന്നത് എന്ന സങ്കടമായിരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ മനസ്സുപോലെ അവനും വിങ്ങുന്ന മനസ്സുമായി കഴിയുകയാണല്ലോ എന്ന് അയാൾ ചിന്തിച്ചുള്ളൂ. കണ്ണാ, എന്നാ ശരി, ഞാനൊന്ന് കിടക്കട്ടെ. ഓക്കെ മാമ. നന്ദുട്ടി ഉണർന്നാൽ ഞാൻ വിളിച്ചെന്ന് പറയൂ. ഞാൻ ഒരുപാട് മെസ്സേജ് വാട്സാപ്പിൽ അയച്ചു. റിപ്ലൈ ഒന്നും ഇല്ല. വയ്യാഞ്ഞിട്ടാകും. വിളിച്ചെന്ന് പറയണേ. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. തൻ്റെ അടുത്തിരിക്കുന്ന ലച്ചുവിനെയും ജിത്തുവിനെയും നോക്കി ഒന്ന് ചിരിച്ചു. തീരെ തെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരി. ജിത്തുവേട്ടാ, ഇനി എന്താ നമ്മൾ ചെയ്യുക? അപകടം പറ്റി കൊണ്ടുപോയതിൽ പിന്നെ മോളെ ഒന്ന് കണ്ടിട്ട് കൂടിയില്ലല്ലോ. അനന്തു ഏട്ടൻ അങ്ങോട്ട് ഇപ്പോൾ വരണ്ട എന്നല്ലേ പറഞ്ഞത്? ഇനി എങ്ങനെ മോളെ ഒന്ന് കാണാം? ലച്ചു സങ്കടത്തോടെ പറയുകയാണ്. അനന്തു പറയുന്നത് ശരിയാ ലച്ചു. ദേഷ്യത്തിൽ അപ്പച്ചി മോളെ തരില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പച്ചിയുടെ മനസ്സും ഒന്ന് ശാന്തമാവട്ടെ. ഗൗരി മോൾ ഓക്കെ ആകുന്നതുവരെ നമ്മൾക്കും കാത്തിരിക്കാൻ ലച്ചോ. നാളെ നീ അനിതയ്ക്കൊന്ന് വിളിക്ക്. അപ്പച്ചി അറിയാതെ വീഡിയോ കോളിൽ മോളെ കാണാം നമുക്ക്. നേരെ വെളുക്കട്ടെ. അവൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സൗകര്യം പോലെ വീഡിയോ കോളിൽ വരാൻ പറയണം. ലച്ചു ആദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ണാ, നീ ഒന്ന് സമാധാനപ്പെടുക. എന്താ നിൻ്റെ കോല? ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റാത്ത വിധമായിട്ടുണ്ട്. എല്ലാം ശരിയാകും കണ്ണാ. നന്നായി ഉറങ്ങി എഴുന്നേൽക്ക്. നാളെ നിനക്കും കാണാം നിൻ്റെ പെണ്ണിനെ വീഡിയോ കോളിൽ. ലച്ചു അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കൂടെ ജിത്തുവും. ലച്ചു രാത്രി തന്നെ അനിതയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. 4-ാം കുന്നത്ത് കല്യാണം കഴിഞ്ഞതോടെ രാവിലെ തന്നെ അവർ മച്ചിലോടത്തേക്ക് പോന്നു. എല്ലാവർക്കും മനസ്സ് ശൂന്യമായ പോലെയാണ്. കല്യാണ വീട്ടിലെ ഉത്സാഹമെല്ലാം കെട്ടടങ്ങിയിരുന്നു. ലച്ചു, അനിത വിളിച്ചോ? സരസ്വതി അമ്മയാണ്. ഇത് ഇപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത്. അനിത രാവിലെ വിളിക്കാഞ്ഞപ്പോൾ ലച്ചു സങ്കടം പറഞ്ഞതാണ്. പിന്നെ ആ അമ്മയ്ക്ക് അത് മാത്രമേ ചിന്തയുള്ളൂ. അമ്മ, അനി ഇപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പച്ചി കുട്ടിയുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു നേരമില്ല എന്ന്. മോൾ ഉണരുന്നതിന് മുന്നേ കുളിയും കഴിഞ്ഞ് കൂടെ ഇരിപ്പാണെന്ന്. അവൾക്ക് സഹിക്കോ? ഓടിച്ചാടി നടന്നിരുന്ന മോളല്ലായിരുന്നോ അത്? അതിൻ്റെ കിടപ്പ് എങ്ങനെ എൻ്റെ പ്രഭയ്ക്ക് സഹിക്കുക? സരസ്വതി അമ്മ കണ്ണുകൾ തുടച്ച് പദം പറയുകയാണ്. കണ്ണൻ എന്തിയെ ലച്ചു? അവൻ മുറിയിലുണ്ട്. അവനും ഫോൺ വിളിയും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. നാളെ പോകണമെന്നാണ് പറയണത്. ഓഫീസ് കാര്യങ്ങൾ ഉള്ളതാണ് എന്ന്. അങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ.
മാളു എന്തേ ബാനു? മാളു അതാ അമ്മിണിയുടെ അടുത്ത്. എൻ്റെ കുട്ടിയുടെ ചൊടിയും കുറഞ്ഞു. രണ്ടു കൂടെ കൂടിയാൽ ഒരു മേളമായിരുന്നു ഈ വീട്. രണ്ടും ഒരു അച്ചിൽ വാർത്ത പോലെ അടിയും പിണക്കവും കളിയും ചിരിയുമായി അങ്ങനെ നടന്നിരുന്നു. അത് കാണുമ്പോഴേ ഒരു കുളിരായിരുന്നു മനസ്സിന്. എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇന്നലെ ഒരു പോള ഉറങ്ങിയിട്ടില്ല എന്ന അച്ഛൻ പറഞ്ഞത്. ഭാനുവാണ്. സരസ്വതി അമ്മയുടെ കരച്ചിലും വർത്തമാനവും കേട്ട് അവർക്കും മനസ്സുരുകുന്നുണ്ടായിരുന്നു.